ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കുനാഫയാണ്. ഭയങ്കര ഒരു ടേസ്റ്റി കുനാഫയാണ്. എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കുനാഫ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ കുനാഫയാണ് എടുത്തിട്ടുള്ളത്, വേർമസലി. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന വേർമസലി ഏതെന്ന് വെച്ചാൽ ഈ ഒരു കമ്പനീൻ്റെ ആണ്. ടോപ്പ് മീൻ്റെ കുനാഫ സ്പെഷ്യൽ വേർമസലിയാണ്. നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിലേക്കോട്ട് ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ കാണിച്ച ആ ഒരു വീഡിയോയിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതിൻ്റെ പേര് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെൻഡ് ആക്കിയാൽ മതി. നമ്മളിത് നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത് തരും. ഇനി നമുക്ക് ഒരു പാനിലേക്കോട്ട് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം. നമ്മൾ ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ച് ആ കുറച്ച് കുനാഫ നല്ലതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്കോട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ഫുൾ ബട്ടർ ഒഴിച്ചു കൊടുക്കണമേ. ഇനി നമുക്കൊരു പാനിലേക്കോട്ട് 2 ഗ്ലാസ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കോട്ട് ആവശ്യത്തിനുള്ള മധുരം അനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്കോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മൊസാരല്ല ചീസാണ്. അപ്പോൾ ഒരു പാക്കറ്റ് മൊത്തമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഞാൻ കാണിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരണം. ഒരു കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസാണ് ഇതിന് വേണ്ടത്. ഞാനിതിലേക്കോട്ട് കുറച്ചും കൂടെ പാല് ചേർത്തിട്ടുണ്ട്, കുറച്ചും കൂടെ കട്ടി കിട്ടാനായിട്ട്. നിങ്ങൾക്ക് കട്ടി ഉണ്ടെങ്കിൽ ചേർക്കേണ്ട, കട്ടി വരുന്നില്ലെങ്കിൽ മാത്രം ഇച്ചിരി പാല് ചേർത്ത് കൊടുത്താൽ മതി.
ഇപ്പോൾ നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി തണുപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കട്ടി കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ കുനാഫയിലേക്കോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ഒരു 3 ടേബിൾ സ്പൂൺ വരെ. പിന്നെ നമുക്കിതേ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തണുപ്പാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒന്നും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1.5 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് സ്റ്റിർ ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ ആ ചീസിൻ്റെ മിക്സിലേക്കോട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കൊരു കേക്കിൻ്റെ ട്രേ എടുക്കണം. കേക്കിൻ്റെ ട്രേയോ അല്ലെങ്കിൽ ഇതുപോലത്തൊരു ഏതെങ്കിലും ഒരു പാത്രം എടുക്കണം. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതേ ആ കുനാഫേൻ്റെ മിക്സ് ഫസ്റ്റ് ഒന്ന് അടുക്കി വെക്കാം. ഇനി നമുക്ക് ഒരു ലെയർ ചീസിൻ്റെ ആ ഒരു മിക്സ് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഓവനിലാണ് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു ഓപ്ഷനിലേക്കോട്ട് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ കുനാഫ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ മാറ്റി വെച്ച ആ ഒരു ഷുഗർ സിറപ്പ് എടുത്ത് ഇതിലേക്കോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മേലെ കൂടെ ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി. നമുക്ക് നല്ല ജ്യൂസായിട്ട് കിട്ടും. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമെല്ലാം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്കോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലായിരുന്നാലും ചോദിച്ചാൽ മതിയേ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.